പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അത് ഉണ്ടാകാൻ വരുത്തുന്ന സാധ്യത എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഇത് സ്ഥാപിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള സംവിധാനത്തെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല. ഇലക്ട്രോണിക് സംവിധാനത്തെ ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതികമാകുന്ന നമ്മുടെ മുന്നേറ്റത്തെ അല്പമെങ്കിലും പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് ഈ നൂതനമാകുന്ന സാങ്കേതികവിദ്യ പ്രയോഗത്തിലാക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധവൽക്കരണമാണ്. അതിന് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, അത് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ബാധിക്കാതെ നടപ്പിലാക്കാൻ കഴിയും, അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഇവിടെയുള്ള ജനപ്രതിനിധികളോ നമ്മുടെ നാട്ടുകാരോ ആരും ഈ ഒരു സംവിധാനത്തിനില്ല. പക്ഷേ ഇത് സ്ഥാപിക്കുമ്പോൾ ആ സ്ഥാപിക്കുന്ന സ്ഥലത്ത് കമ്പനിയായാലും ജനങ്ങൾക്ക് രോഗകരമായ പ്രവർത്തനം നടത്താൻ തയ്യാറായി വരുമ്പോൾ അതിനെ ചെറുക്കാൻ നമ്മുടെ നാട്ടുകാർ തയ്യാറാകണം. നമ്മുടെ നാട്ടുകാർ തയ്യാറാണ് എന്ന കാര്യമാണ് ഇവിടെ കൂടിയിരിക്കുന്ന മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. ആ കമ്പനിക്കാര് എതിരായിട്ടും ഇനി നമ്മൾ പ്രക്ഷോഭണം ആരംഭിക്കേണ്ടതുണ്ട്. കമ്പനി പോലും മാറി നിൽക്കണ്ട, വേറെ അവരുടെ കൂലിക്കാരെ കേട്ട് വിട്ടുകിട്ട് പ്രശ്നം പരിഹരിക്കാൻ അവരെ ശ്രമിക്കേണ്ട. കമ്പനിയുടെ ഇവിടുത്തെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഓഫീസ് കൊച്ചിയിലുള്ള കടവന്തറയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൊച്ചിയിലെ കമ്പനിയുടെ കടവന്തറ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ നമ്മുടെ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ആ വിവരം നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊച്ചിയിലെ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ നമ്മുടെ പ്രദേശത്തെ ആൾ മുന്നോട്ട് വരും. അതിന്റെ എല്ലാവരും അവിടേക്ക് പോകണ്ട. ആദ്യത്തെ ഘട്ടത്തിൽ